ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ നിയമം വികസിപ്പിച്ചെടുത്തത് ആൽഫ്രഡ് മാർഷലാണ്. ഈ നിയമം വികസിപ്പിച്ചെടുത്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഇത് മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന ഏകകം വെച്ചുകൊണ്ടാണ്. യൂട്ടിൽസ് എന്ന ഏകകം വെച്ചുകൊണ്ട്. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് വെച്ചാൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും, അളക്കാൻ വേണ്ടി സാധിക്കും. ഒരു യൂട്ടിൽസ്, സെക്കൻഡ് യൂട്ടിൽസ്, തേർഡ് യൂട്ടിൽസ്, ഇങ്ങനെ അളക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി പറയുന്നത് ഒരു വസ്തുവിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, സെയിം ടൈമിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. നമുക്കെന്നെ അറിയാവുന്ന കാര്യമാണ്, ഒരേ സമയത്ത് തന്നെ ഒരേ സാധനം കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചപ്പോൾ ലഭിച്ച സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, പിന്നീട് ഓരോന്നും ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്ന് യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭിക്കണം എന്നില്ല. അത് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില അസംഷൻസ് വെച്ചുകൊണ്ടാണ്. എന്താണ് അസംഷൻസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അസംഷൻസ് വെച്ചുകൊണ്ടാണ്. ഓക്കെ, അസംഷൻസ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഒരുപോലത്തെ ആയിരിക്കണം. ആപ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഗ്ലാസ് ഉപയോഗിച്ചു, പിന്നെ 2 ഉപയോഗിച്ചു, പിന്നെ 3 ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. ഒരേ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത് പിന്നെ പറയുന്നത്, ഇത് മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന ഏകകം വെച്ചുകൊണ്ടാണ്. യൂട്ടിൽസ്. പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ, ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളൊക്കെ സെയിം ആണ്, അത് മാറുന്നില്ല. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ്, അസംഷൻ ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അത് വികസിപ്പിച്ചെടുത്തത്. ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ടേബിളിൻ്റെയും കർവിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ആപ്പിൾ ഉപയോഗിച്ചപ്പോൾ ടേബിൾ നോക്കുക, ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 10, അപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി 10 കിട്ടി. രണ്ടാമത്തെ ആപ്പിൾ ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 18, 10ൽ നിന്ന് 18 കൂടി. പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി നോക്കി 8 ആയിട്ട് കുറയാണ് ചെയ്തത്. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. നോക്കി, ആദ്യം 10, 8, 6, 4, 2, പിന്നീടും കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു 0 ആയി. 6 ആപ്പിൾ കൊടുക്കുമ്പോൾ വേണ്ട എന്ന നിലയിലെത്തി. പിന്നീട് ഒരു ആപ്പിളും കൂടി കൊടുക്കുമ്പോൾ -2 ആയി. അത്രക്കും അതിനോട് വെറുത്തു, വേണ്ടായി. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തി, 30ലെത്തി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0. ടേബിൾ നോക്കുക, കർവ് നോക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി -2 ആയിട്ട് കുറഞ്ഞു, നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താ പറയുന്നത്? ഒരേ സമയത്ത് ഒരേ സാധനത്തിൻ്റെ അളവുകൾ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ്. ഓക്കെ, ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ നിയമത്തിന്, അതായത് മണീൻ്റെ കേസിൽ, പണത്തിൻ്റെ കേസിലൊക്കെ ഇത് പ്രാവർത്തികമല്ല, ഈ നിയമം ഫോളോ ചെയ്യില്ല. അതേപോലെ ഹോബി, നമ്മൾ കോയിൻസ്, സ്റ്റാമ്പൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഇത് പ്രാവർത്തികമല്ല, അത് ഓർക്കുക.